ഒരു സയൻറ്റിസ്റ്റ് ആവട്ടെ, ഒരു ഡോക്ടർ ആവട്ടെ, ഒരു എഞ്ചിനീയർ ആവട്ടെ, ഇവരെല്ലാവരും ഒരു അധ്യാപകൻ്റെ മുമ്പിലൂടെ കടന്നുപോയവരാണ് അല്ലേ? അധ്യാപകൻ്റെ മുമ്പിലിരുന്ന് അവരങ്ങനെ പഠിച്ചു, പിന്നെ അങ്ങനെ പോയി. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ടീച്ചേഴ്സാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ട്രെയിനേഴ്സാണ്, ട്രെയിനർമാർ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കോച്ച്. നാലാമത്തെ വിഭാഗം മെൻറ്റർ. ഈ 4 വിഭാഗം ആളുകളാണുള്ളത്. അതിൽ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ മുമ്പിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും 1-ാം ക്ലാസ് 2-ാം ക്ലാസ് അങ്ങനെ ക്ലാസ് കയറ്റം കിട്ടി പഠിച്ച് അങ്ങനെ പോയവരാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു സിലബസ് ഉണ്ടാവും അല്ലേ? അതിലൊരു ദിവസം എത്ര എടുക്കണം എന്നുണ്ടാവും. ടീച്ചറുടെ മുമ്പിലുള്ളവരൊക്കെ സമപ്രായക്കാർ, ഏകദേശം ഒരേ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളായിരിക്കും. ടീച്ചർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കാരണം തൻ്റെ കയ്യിൽ പാഠപുസ്തകമുണ്ട്. അതൊന്ന് ദിവസം അല്ലെങ്കിൽ മുമ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് നോക്കി മനസ്സിലാക്കി വന്ന് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു അധ്യാപകൻ തൻ്റെ ചാപ്റ്റർ പെട്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് സേഫ് സോണിൽ ഇരിക്കുമെന്നാണ്. എന്നാൽ ഒരു നല്ല അധ്യാപകൻ തൻ്റെ ചാപ്റ്റർ, തൻ്റെ മൊഡ്യൂൾ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, കുട്ടികളെ ആത്മീയമായിട്ടും കുട്ടികൾക്ക് എന്നും പഠിക്കാനുള്ള ഒരു പ്രചോദനവും കുട്ടികളുടെ ഒരു രക്ഷിതാവുമായിരിക്കുമെന്നാണ്. ഏതൊരു അധ്യാപകനും ഒരു കുട്ടിയുടെ രണ്ടാമത്തെ രക്ഷിതാവാണ്, പാരൻ്റാണ്. ഒരു കുട്ടിയുടെ ഒന്നാമത്തെ ടീച്ചർ ആരാ? മാതാപിതാക്കളാണ് കുട്ടികളുടെ ഒന്നാമത്തെ ടീച്ചർ. അൽ ഉമ്മു ഹിയ മദ്രസത്തുൽ ഊല. ഇനി രണ്ടാമത്തെ ഘട്ടം, നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ഘട്ടം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തുന്ന ഒരു പ്രക്രിയ, ഇതിനെന്ത് പറയുക? ട്രെയിനിങ് എന്ന് പറയാം. ട്രെയിനിങ്ങിലൊരു വ്യത്യാസം, ഒരു പക്ഷേ ട്രെയിനറുടെ മുമ്പിൽ ഇരിക്കുന്നവർ ട്രെയിനറേക്കാൾ പ്രായമുള്ള ആളുകളുണ്ടാവും, ട്രെയിനറേക്കാൾ കഴിവുകളും അറിവും പല വിഷയത്തിൽ പ്രഗത്ഭരായ ആളുകളുണ്ടാവും. അതായത് പബ്ലിക് സ്പീക്കർ, ഈ പൊതുപ്രഭാഷകന്, ഈ പ്രഭാഷണം ഒക്കെ ഏകദേശം ഇതിൽ വരും, ഈ ട്രെയിനിങ്ങിൽ വരും. ഈ പ്രഭാഷകൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളുണ്ടാകും, പ്രായക്കാരൊക്കെ ഉണ്ടാകും. നിങ്ങൾ ചോദിച്ചത് ഇതിൽ ഏതാണ് കുറച്ച് പ്രയാസം എന്നുള്ളതാണ്. ടീച്ചിങ് ആണോ പ്രയാസം, അതല്ല ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ പൊതുപ്രസംഗം, പബ്ലിക് സ്പീക്കിംഗ്, ഈ പ്രസംഗിക്കലാണോ പ്രയാസം, ട്രെയിനിങ് ആണോ പ്രയാസം, ടീച്ചിങ് ആണോ പ്രയാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രയാസമല്ല. എന്നാൽ എല്ലാം പ്രയാസമാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി. എളുപ്പമാകും വരെ ഒക്കെ പ്രയാസമാണ്. എളുപ്പമായാൽ എല്ലാം ഈസിയാണ്. ഇപ്പം ടീച്ചിങ് ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന അധ്യാപകന് നല്ല പ്രശ്നം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ അവരെ നേരിടണം, എങ്ങനെ അഭിമുഖീകരിക്കണം, എന്ത് പറയണം എന്നൊക്കെ നല്ല ബേജാറുണ്ടാവും. ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. ഒരു മദ്രസയിൽ ഒരു ഉസ്താദ് ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ആ ഉസ്താദിന് ഭയങ്കര പേടിയുണ്ട്, എങ്ങനെ പഠിപ്പിക്കാൻ നോക്കുക. അപ്പോൾ സദർ ഉസ്താദ് പറഞ്ഞു, അത് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി. കുട്ടികൾ വലൈക്കും അസ്സലാം എന്നൊക്കെ പറയും. പിന്നെ അവരൊന്ന് പരിചയപ്പെടുക, കും എന്ന് പറയാം, അപ്പം നിൽക്കും. ജിലിസ് എന്ന് പറയാം, അപ്പം ഇരിക്കും. പിന്നെ യമീൻ, ഷിമാൽ, ഇർഫ്, അറസിൽ എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. ആ ഉസ്താദൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യം ആയപ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പിന്നെ ഖും എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ എണീറ്റു. ജിലിസ് എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ഇരുന്നു. പിന്നെ കുട്ടികളോട് കൈ പൊക്കാൻ വേണ്ടി പറഞ്ഞു, ഇർഫ് അങ്ങനെ കൈ പൊക്കാൻ പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് അത് താഴ്ത്താൻ എങ്ങനെ പറയാന്നുള്ളത് ഭയത്തിൻ്റെ ഇടയിൽ മറന്നുപോയി, അറബിയിൽ ആ വാക്ക് കിട്ടണില്ല. അപ്പോൾ ഉസ്താദ് കുറേ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഇപ്പോൾ ഇത് കൈ താത്താൻ വേണ്ടി പറയാം. അവസാനം പിന്നെ മൂപ്പര് മലയാളത്തിൽ പറഞ്ഞു, മക്കളെ നിങ്ങൾ കൈ താത്തിക്കാളിയെന്ന്. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, അത് അറബി തന്നെ പറയണം, എന്നാലും ഞങ്ങൾ കൈ താത്തുകൊണ്ടുവന്ന്. അപ്പോൾ ആ ഉസ്താദിന് അപ്പോൾ അറബി അറിയാം, പക്ഷേ ആ ബേജാറിൽ മറന്നു പോയതാണ്. അപ്പോൾ ആദ്യത്തിൽ വരുമ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയുമെങ്കിലും ചിലപ്പോൾ ഒരു ബേജാറ് കൊണ്ട്, ആ ഒരു സഭാകമ്പം കൊണ്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ മറന്നു പോകും, നമ്മൾ അവിടെ പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ടീച്ചിങ് ആണെങ്കിലും തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ പ്രിപ്പറേഷൻ ഇല്ലാതെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി നാളെ എടുക്കേണ്ട പാഠം ഇന്നൊക്കെ നോക്കി വെച്ച് കൃത്യമായി ഒരുങ്ങി വരികയാണെങ്കിൽ ടീച്ചിങ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് വരും, എളുപ്പമായിട്ട് വരും അല്ലേ?
ഇതുപോലെയാണ് ട്രെയിനിങ് ആയാലും പ്രസംഗം ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എത്ര നമുക്ക് വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ബിരുദവും ബിരുദാനന്തര വിവരവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രസംഗപീഠത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ബേജാറുണ്ടാവും. നമ്മുടെ വായിൽ വെള്ളം പറ്റും, കൈകാലുകളൊക്കെ ഇങ്ങനെ വരണ്ടു പോകും അല്ലേ, ഹൃദയത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കാളിച്ചയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മറന്നുപോകും. പക്ഷെ നിരന്തരം അവന് ചെയ്യുകയാണെങ്കിലും പ്രസംഗിച്ച് അങ്ങനെ വരുമ്പോൾ അവന് ഈസിയാവും, എളുപ്പമാവും. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. ഇപ്പോൾ നിയാസ് ഇവിടെ ഒരു 3 വർഷമായിട്ടൊരു ഗ്യാപ്പ് വന്നു. 3 വർഷം ബ്രൈറ്റ് അക്കാദമിയിലേക്ക് വരാതിരുന്നപ്പോൾ ഒരു ചെറിയ ഒരു പരിചയത്തിൻ്റെ അഭാവം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ അനർഘം നെടുകളം സംസാരിക്കുമായിരുന്നു. ആ ഒരു ഫ്ലുവൻസി ഇപ്പോൾ ചെറുതായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ടീച്ചിങ് ആണോ അല്ലെങ്കിൽ ട്രെയിനിങ് സ്പീക്കിംഗ് ആണോ പ്രയാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി പരിശീലിക്കുകയാണെങ്കിൽ എല്ലാം ഈസിയാണ്. പരിശീലനത്തിൻ്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം പ്രയാസമാണ്. യേശുദാസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു ദിവസം എൻ്റെ പരിശീലനം അവസാനിപ്പിച്ചാൽ, നിർത്തിവെച്ചാൽ എൻ്റെ പോരായ്മ ഞാൻ തിരിച്ചറിയും. ഒരാഴ്ച എൻ്റെ പരിശീലനം ഞാൻ നിർത്തിവെച്ചാൽ എൻ്റെ പോരായ്മ എൻ്റെ ഭാര്യ തിരിച്ചറിയും. 1 മാസം ഞാൻ പരിശീലിക്കുന്നില്ല എങ്കിൽ എൻ്റെ പോരായ്മ, എൻ്റെ കഴിവുകേട് നാട്ടുകാർ മൊത്തം തിരിച്ചറിയുമെന്ന്. അപ്പോൾ നന്നായിട്ട് തിളങ്ങണമെങ്കിൽ യേശുദാസും എന്ത് ചെയ്യുമായിരുന്നു? ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രാക്ടീസ് ഡെയിലി, എവറി ഡേ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ മൈക്കിന് മുമ്പിൽ വന്ന് തന്നെ പറയണമെന്നില്ല. നമുക്കൊരു വിഷയത്തിൽ മനസ്സിൽ പറഞ്ഞു നോക്കാം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലതും കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കാം. അങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്ത വിഭാഗമാണ് കോച്ച്, ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ്, പിന്നെ കോച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തിൽ നമ്മെ മെരുക്കിയെടുക്കുന്ന വ്യക്തികളാണ്. അവർ തീരുമാനിക്കും ഇവൻ എപ്പോൾ ഭക്ഷണം കഴിക്കണം, ഇവൻ എന്ത് കഴിക്കണം, ഇവൻ എപ്പോൾ ഉറങ്ങണം, ഇവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ PT ഉഷയ്ക്ക് ഒരു കോച്ച് ഉണ്ടായിരുന്നു, പേര് നമ്പ്യാർ അല്ലേ. അങ്ങനെ ഓരോ ഫുട്ബോൾ താരങ്ങൾക്ക് ഓരോ കോച്ചുണ്ട്. അപ്പോൾ സ്കൂളിൽ കലോത്സവമൊക്കെ വരുമ്പോൾ ചില കലാപരിപാടികൾക്കൊക്കെ കുട്ടികൾക്ക് ഓരോ കോച്ചുണ്ടാവും. അവരത് മെരുക്കിയെടുക്കുകയാണ്, അതാണ് കോച്ച്. പിന്നെ അടുത്ത വിഭാഗമാണ് ഏത്? മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ വിദഗ്ധോപദേശം നൽകാൻ കഴിവുള്ള വ്യക്തികൾക്കാണ് മെൻറ്റർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആത്മീയമായ വിഷയത്തിൽ ഒരു മെൻറ്റർ ഉണ്ടാവും. ചില ഷെയ്ഖന്മാരെന്നൊക്കെ പറയും അറബിയിൽ, ഗുരു. അതുപോലെ നമ്മുടെ ഹെൽത്തിൻ്റെ വിഷയത്തിൽ ചില ആളുകൾക്ക് ഉണ്ടാവും, ഫാമിലി ഡോക്ടർ ഉണ്ടാവും. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴും അവർ ആദ്യം ആ ഒരു ഡോക്ടറുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തേടും. എന്നിട്ടാണ് അവർ ഏത് ഹോസ്പിറ്റലിൽ പോകണം, ആരെ കാണിക്കണം എന്നൊക്കെ ഇല്ലേ. അതാണ് ഹെൽത്തിൻ്റെ വിഷയം. സാമ്പത്തികമായിട്ടുണ്ടാവും, വലിയ ബിസിനസ്സുകാർക്കൊക്കെ ഉണ്ടാവും അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ രംഗത്ത് ഒരു മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും പല രംഗത്തും നമുക്ക് വിദഗ്ധോപദേശം നൽകാൻ, നിയമപരമായിട്ട് നമുക്ക് ഉപദേശങ്ങൾ നൽകും. ഇപ്പോൾ മന്ത്രിമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമാ നടന്മാർ, ഇവർക്കൊക്കെ ഉണ്ടാകും ഓരോ വിഷയത്തിലും ഓരോ മെൻറ്റർമാരുണ്ടാവും. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ 4 വിഭാഗം മനസ്സിലായല്ലോ: ടീച്ചർ, ട്രെയിനർ, കോച്ച്, മെൻറ്റർ. നിരന്തരം പരിശീലിക്കുക. ഇവിടെ എത്തിയ നിങ്ങളെയൊക്കെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ബ്രൈറ്റ് അക്കാദമിയിൽ ഈ ഒരു പ്രസംഗ പരിശീലനമോ അല്ലെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷോ മാത്രമല്ല, ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ്, ഒരു ജീവിത പരിശീലനമാണ് ശരിക്കും ഈ ബ്രൈറ്റ് അക്കാദമിയിൽ. അപ്പോൾ എത്തിയ നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.